നമുക്ക് മുനമ്പത്തേക്ക് വരാം. മുനമ്പത്തെ സമരം ഇപ്പോഴും അവർ തുടരുകയാണ്. വഖഫ് അധിനിവേശ വിരുദ്ധ സമരം. മുനമ്പം ജനത ഇന്ന് എറണാകുളം MP ഹൈബി ഈഡൻ്റെ വീട്ടിലേക്ക് പ്രതിഷേധ റാലി നടത്തും. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഭീമ ഹർജിയുമായാണ് മുനമ്പം ജനതയുടെ ഈ പോരാട്ടം. അതേസമയം മുനമ്പം വഖഫ് കേസ് ഇന്ന് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ പരിഗണിക്കുന്നുമുണ്ട്. കക്ഷി ചേരാനുള്ള മുനമ്പം നിവാസികളുടെ ഹർജിയും ഇന്ന് പരിഗണിച്ചേക്കും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനും ദിസ്ന സുരേഷും ചേരുന്നു. ആദ്യം ജിജീഷ് കരുണാകരനിലേക്ക്. ജിജീഷ്, എറണാകുളം MP ഹൈബി ഈഡൻ്റെ വീട്ടിലേക്ക് മുനമ്പത്തെ ജനത ഇന്ന് റാലി നടത്തുകയാണ്, മാർച്ച് നടത്തുകയാണ്. ഇവരെയൊക്കെ കബളിപ്പിക്കുകയായിരുന്നു ശരിക്കും കോൺഗ്രസ് ചെയ്തത്. കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സമരപ്പന്തലിലെത്തിയ കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ പറഞ്ഞു ഈ വിഷയങ്ങളെല്ലാം നിയമസഭയിൽ ഉന്നയിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഒരക്ഷരം പോലും നിയമസഭയിൽ അവർ മുനമ്പത്തെ സംബന്ധിച്ച് പറഞ്ഞില്ല. എറണാകുളത്തെ MP ഹൈബി ഈഡനാവട്ടെ ഈ സമരത്തോട് കാണിക്കുന്ന അസ്വസ്ഥത തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇവരൊക്കെ സമരപ്പന്തലിലെത്തിയതല്ലാതെ അവർക്ക് വേണ്ടി ചെറുവിരൽ പോലും അനക്കിയില്ല. ഇത് മനസ്സിലാക്കിയാണ് മുനമ്പത്തെ ജനത അങ്ങോട്ടേക്ക് മാർച്ച് നടത്തുന്നത്. അങ്ങനെ തന്നെയല്ലേ ജിജീഷ്? വിനോദ് പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു അവഗണനയാണ് മുനമ്പത്തെ ജനതയ്ക്ക് ഇടത് വലത് മുന്നണികളിൽ നിന്ന് കഴിഞ്ഞ കുറെ കാലങ്ങളായി നേരിടേണ്ടി വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയം അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്ന സാഹചര്യം, വഖഫ് അധിനിവേശം അതിന്റെ എല്ലാ അതിരുകളും ഭേദിച്ചുകൊണ്ട് എത്തുന്നു, ആ ഒരു മേഖലയിലേക്ക് എത്തുന്നു. അവിടെ തങ്ങൾക്ക് താമസിക്കാൻ കഴിയാത്ത, വില കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ താമസിക്കാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു ആ ജനത സമരരംഗത്തേക്ക് ഇറങ്ങിയത്. അവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നതും അവർക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ആശ്വാസം എന്ന് പറയുന്നതും വഖഫ് ഭേദഗതി ബില്ലായിരുന്നു കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. ആ ബില്ലിനെ എങ്കിലും അനുകൂലിക്കണം, വഖഫ് ഭേദഗതി ബില്ലിനെ അതിനെ പിന്തുണയ്ക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന കാര്യം പല തവണ മുനമ്പം സമരസമിതി കോൺഗ്രസിന്റെ നേതാക്കളോടും CPM-ന്റെ നേതാക്കളോടും എല്ലാം തന്നെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ അവർ ഈ സമരത്തോട് തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല, വഖഫ് ഭേദഗതി ബില്ലിന് ഏതെങ്കിലും തരത്തിൽ അവർക്ക് അനുകൂലമാകുന്ന, അവർ കുടിയൊഴിയേണ്ടി വരുന്ന സാഹചര്യം ഇല്ലാതാക്കുന്ന, വഖഫ് അധിനിവേശങ്ങളെ മൊത്തത്തിൽ ചെറുക്കുന്ന വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുകയായിരുന്നു പ്രധാനമായും കോൺഗ്രസിന്റെയും CPM-ന്റെയും എല്ലാം നേതാക്കൾ, ഇടത് വലത് മുന്നണിയുടെ പാർലമെന്റ് അംഗങ്ങൾ ചെയ്തിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഹൈബി ഈഡനെതിരെ വലിയ പ്രതിഷേധം ശക്തമായിരുന്നു. എറണാകുളം ജില്ലയെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് അംഗമാണ് ഹൈബി ഈഡൻ. ഹൈബി ഈഡന്റെ മണ്ഡലത്തിൽ ഉൾപ്പെട്ടതാണ് മുനമ്പം മേഖല എന്ന് പറയുന്നത്. ഈ ഒരു പ്രശ്നബാധിത മേഖലയായ കുടിയൊഴിയേണ്ടി വരുന്ന ആളുകളുള്ള മുനമ്പം എന്ന ഹൈബി ഈഡന്റെ എന്നാൽ അവിടെ ചെന്ന് ആ സമര പന്തലിലെത്തി തുടക്കത്തിൽ ഒന്നും തന്നെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഹൈബി ഈഡൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഒരു ഘട്ടത്തിലും ഈ വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന കാര്യം, അല്ലെങ്കിൽ പിന്തുണയ്ക്കും എന്ന ഒരു ഉറപ്പ് പോലും നൽകാൻ ഹൈബി ഈഡൻ തയ്യാറായില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഭീമ ഹർജിയുമായി ഇന്ന് മുനമ്പത്തെ ജനത ഒന്നടങ്കം ഹൈബി ഈഡന്റെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുന്നത്. അവർ ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് വഖഫ് ഭേദഗതി ബില്ലിനെ ഹൈബി ഈഡൻ അടക്കമുള്ള മുഴുവൻ MP-മാരും, കേരളത്തിൽ നിന്നുള്ള മുഴുവൻ MP-മാരും പിന്തുണയ്ക്കണം എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള എതിർ നിലപാടുകൾ സ്വീകരിക്കരുത്. കാരണം ഇതൊരു ജനതയുടെ ആവശ്യമാണ്, കുടിയൊഴിയേണ്ടി വരുന്ന ആളുകളുടെ ആവശ്യമാണ്. വഖഫിന്റെ അധിനിവേശം അത് രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. എല്ലായിടത്തും വഖഫിന്റെ അധിനിവേശത്തിന്റെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ. ഒരു ഭൂമി കാണിച്ചത് വഖഫിന് അവകാശപ്പെട്ടതാണ്, അവിടെ വഖഫിന്റെ അധികാര പരിധിയിലുള്ളതാണ് എന്ന് പറയുന്നതോടുകൂടി അത് വഖഫായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഒഴിവാക്കണം എന്ന കാര്യം തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് തന്നെയാണ് 610ഓളം കുടുംബങ്ങൾ ഇന്ന് അവിടെ എത്തി ഭീമ ഹർജി സമർപ്പിക്കുന്നത്. ഹൈബി ഈഡൻ പാർലമെന്റിലാണ് ഉള്ളത്. എന്നാൽ അവിടെ ഓഫീസിൽ ഹർജി സമർപ്പിച്ച് മടങ്ങുക. ശരി ജിജീഷ്, അതേസമയം നമുക്ക് ദിസ്നയിലേക്ക് കൂടി പോകാം. കാരണം ഇന്ന് വഖഫ് കേസ് കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണൽ പരിഗണിക്കുന്നുണ്ട്. കക്ഷി ചേരാനുള്ള മുനമ്പം നിവാസികളുടെ ഹർജിയും അതിൽ പരിഗണിച്ചേക്കുമെന്നാണ് അറിയുന്നത്. ദിസ്ന, വിവരങ്ങൾ? ഇതുപോലെ തന്നെ 11 മണിയോടെ കേസ് ട്രൈബ്യൂണൽ പരിഗണിക്കുമെന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ 11 മണിയോടെ കേസ് ട്രൈബ്യൂണൽ പരിഗണിക്കുമെന്നൊരു സൂചന തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഫൊറൈറ്റ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷനാണ് മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ വഖഫ് ബോർഡിന്റെ നടപടിയെ ചോദ്യം ചെയ്ത് ട്രിബ്യൂണലിനെ സമീപിച്ചിട്ടുള്ളത്. ഇതിൽ ഫറൂഖ് കോളേജിന് ഭൂമി നൽകിയ സിദ്ദിഖ് സേഠിന്റെ കുടുംബവും ഇതിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. വഖഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്ത നടപടി ചോദ്യം ചെയ്തുള്ള സിദ്ദിഖ് സേഠിന്റെ ഹർജിയിലും ഇന്ന് വാദം നടക്കുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്.
അതോടൊപ്പം തന്നെ കക്ഷി ചേരാനുള്ള മുനമ്പൻ നിവാസികളുടെ ഹർജിയും പരിഗണിക്കും എന്നൊരു സൂചന കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നമുക്കറിയാം ഏറെക്കാലമായി ഇത്തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട മുനമ്പൻ ജനതയെ നേരത്തെ ജിജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ മുതലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ 1950 തങ്ങൾക്ക് ധാനമായി ലഭ്യമായ ഭൂമിയാണ് എന്ന് തന്നെയാണ് ഫറൂഖ് കോളേജ് ആ വാദത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ആ ഭൂമി എന്ത് വേണമെങ്കിലും ചെയ്യാം, ക്രയവിക്രയം നടത്തുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എഴുതി കൊടുക്കുകയോ ചെയ്യാം എന്നൊരു ചെയ്യാൻ സാധിക്കും എന്നൊരു നിലപാടിൽ തന്നെയാണ് ഫറൂഖ് കോളേജ് ഉറച്ചു നിൽക്കുന്നത്. എന്നാൽ ഇത് വഖഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വഖഫ് ബോർഡ് പറയുന്നത്. ആ സംഭവത്തിലാണ് ഇന്ന് വാദം നടക്കുന്നത്. അതോടൊപ്പം തന്നെ മുനമ്പൻ ജനത ഈ വിഷയത്തിൽ കക്ഷി ചേരുവാനുള്ള ഹർജിയും ഇന്ന് പരിഗണിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 11 മണിയോടെ ആയിരിക്കും വഖഫ് ട്രൈബ്യൂണലിൽ ഈ കേസ് പരിഗണിക്കുക എന്ന വിവരം തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വീണ, ശരി, ജിജീഷും വിവരങ്ങൾ നൽകുകയായിരുന്നു.